അസ്സലാമലൈക്കും. ഫാംനെസ്റ്റിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു കോഫി കേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. ഒരു 4 മുട്ടയും 1 സ്പൂണ് കോഫി പൗഡറും കൂടി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി അമർത്തണേ. ഓക്കെ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഓക്കെ, കോഫി പൊടി കൊണ്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തത്. അത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് കോഫിപ്പൊടി ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇതാ ഒരു കോഫിപ്പൊടിയാണ് വാങ്ങിയത്. ഈ കടയിൽ നിന്ന് വാങ്ങിയത്. ഇതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നു ഞാൻ. ഇത് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. മീഡിയം സൈസുള്ള മുട്ടയാണ് കേട്ടോ. ഇവിടെ എൻ്റെ കോഴിൻ്റെ മുട്ട തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമില്ല. നല്ല കളറുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നു. മക്കൾക്ക് വേണ്ട ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മധുരം കൂടുതലാവും 1/4 കപ്പ് ഇട്ടാൽ. ഞാൻ 1/2 കപ്പേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നോക്കിയിട്ടിടാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 4 മുട്ട എടുത്തു, 1/4 കപ്പ് പഞ്ചസാര എടുത്തു. ഈ കുറച്ച് ഏലത്തരിൻ്റെ പൊടി, ഏലക്കായ് പൊടിച്ചത് ഇതൊന്ന് പതുക്കെ അടിച്ചെടുക്കാം. ഏതാ നല്ലോണം പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. ഇത് ഓഫാക്കാം. ആ പഞ്ചസാരയും ഒക്കെ അതിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മിക്സിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലോണം അടിച്ചെടുത്താൽ മതി.
ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മൈദയും കോഫി പൗഡറും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നു. ബേക്കിംഗ് സോഡയും പൗഡറും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ കേക്ക് പൊങ്ങി വരും. ഓക്കെ, ഞാനൊരു പാത്രം ഇവിടെ ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കും. ഇതായി ഒരു പഴയ പാത്രം ഞാൻ ഇവിടെ വെച്ച് റിങ് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തീ ഓണാക്കി വെച്ചതായിരുന്നു. അതിലേക്ക് വെക്കുന്നു. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. കയ്യിലെത്തിരി അണ്ടിപ്പരിപ്പ് ബദാം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തോളൂ. അതിലേക്ക് വെച്ച് കൊടുക്കും. ഇത് ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അടിയിലൊന്നും പറ്റിയിട്ടില്ല. നമുക്കതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് എടുക്കാം. പാത്രത്തിൽ നിന്നൊക്കെ അരിൽ നിന്നൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ചിയായ കേക്കാണ് കേട്ടോ. എല്ലാവരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ബീറ്ററോ ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. ഞാൻ പിന്നെ എൻ്റെ എളുപ്പത്തിന് ഞാൻ ബീറ്റർ ഉപയോഗിച്ചെന്നുള്ളൂ. മിക്സിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 4-3 മുട്ട, കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ.